ടാറ്റകളെ ഒതുക്കിയ അനുരാഗ് കുമാർ ആരാണ്? കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും സംയുക്തമായിട്ടുള്ള വിജയം എന്ന നിലയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. ഇപ്പോഴത്തെ ഒരു വൈകാരിക ആവേശത്തിൽ ഈ പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ അവകാശവാദം ശരിയാണെന്ന് തോന്നുമെങ്കിലും ജൂൺ ആദ്യവാരം തന്നെ കേന്ദ്ര പുനഃസംഘടനയെ സംബന്ധിച്ചുള്ള തീരുമാനം BJPക്കുള്ളിൽ തത്വത്തിൽ എടുത്തിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ പുറത്തു പോകുമെന്ന് അന്ന് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അതിലെ ഒരാളാണ് ഈ പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രണ്ടാമത്തെയാളാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ 2 പേരും കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ, അതായത് ജൂൺ ആദ്യവാരം തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും അതിന്മേൽ നിരവധി ചർച്ചകൾ കഴിഞ്ഞതുമാണ്. അപ്പോൾ ഈ മാസം 17-ാം തീയതി കേന്ദ്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. എത്രയും വേഗം കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുക, ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കുക, കേന്ദ്ര പെട്രോളിയം മന്ത്രിയെ ഒഴിവാക്കുക, പകരം നിർമ്മല സീതാരാമനെ അടക്കം പകരം കൊണ്ടുവരിക, ശിവസേനയിലെ ഷിൻഡെ ഗ്രൂപ്പിന് പ്രാതിനിധ്യം കൊടുക്കുക, തൃണമൂലിന് പ്രാതിനിധ്യം കൊടുക്കുക, AAP വിട്ടുവന്ന അവർക്ക് പ്രാധാന്യം കൊടുക്കുക, രാഘവ് ചന്ദ, അശോക് മിത്ര തുടങ്ങിയവർക്ക് കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ പ്രാധാന്യം കൊടുക്കുക, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശക്തികാന്ത് ദാസ് എന്നിവർക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ വന്ന് കഴിഞ്ഞതാണ്, അതിന്റെ അവലോകനങ്ങളൊക്കെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണ്. അത് 16-ാം തീയതി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് നടത്തിയ ആ ഒരു കൂടിക്കാഴ്ചയിലും ആ ഒരു കാര്യം തത്വത്തിൽ തീരുമാനിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ സന്ദർഭത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ പേരിൽ കോക്രോച്ച് പാർട്ടിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനും അവകാശപ്പെടാം തങ്ങളുടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അത് യുക്തിഭദ്രമാണ്. അവരുടെ വീക്ഷണകോണിൽ നോക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് അവരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തെ നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോൾ ഒഴിവാക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം, ഈ മാസം 17-ാം തീയതി ഡൽഹി പോലീസിൽ നടത്തിയ ഒരു അഴിച്ചുപണിയെ കുറിച്ചാണ്. നമുക്കറിയാമല്ലോ, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് രാജ്യത്ത് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോഴോ അയൽ രാജ്യവുമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഇടപെടുന്ന ഒരു മുഖമുണ്ട് അമിത്ഷായുടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ. ആ സമയത്തൊക്കെ ചർച്ചയാകുന്ന മറ്റൊരു പേരുണ്ട്, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ. ഈ 2 പേരുകളാണ് എപ്പോഴും ഇന്ത്യക്കകത്ത് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴോ ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴോ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഈ 2 പേരുകളാണ്, ഒന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മറ്റൊന്ന് അജിത് ഡോവലിന്റെയും. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു സമരത്തിൽ ഉടനീളം ഒരിക്കലും ഈ 2 പേരുടെ പേരുകൾ പരാമർശിക്കപ്പെടുകയോ ഈ 2 പേർ ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയോ ചെയ്തില്ല. അമിത്ഷാ ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തിയതായി നമുക്കറിയില്ല. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ എങ്ങനെ അടിച്ചമർത്തണം എന്നുള്ള കാര്യത്തിൽ അമിത്ഷായ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ മാസം 17-ാം തീയതി അമിത്ഷാ നേരിട്ട് ഇടപെട്ട് ഡൽഹിയിലെ പോലീസ് കമ്മീഷണറായിരുന്ന സതീഷ് ഗോച്ച എന്ന് പറയുന്ന കമ്മീഷണറെ മാറ്റി പകരം അമിത്ഷായുടെ വിശ്വസ്തനായിട്ടുള്ള അനുരാഗ് കുമാറിനെ ഡൽഹി പോലീസ് കമ്മീഷണറായി അദ്ദേഹം നിയമിച്ചു. ആരാണ് ഈ അനുരാഗ് കുമാർ? അദ്ദേഹം നേരിട്ട് പോലീസ് സേനയിൽ ഏതെങ്കിലും സ്ഥാനം വഹിച്ചയാളല്ല, മറിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അനുരാഗ് കുമാർ. അദ്ദേഹം അമിത്ഷായുടെ ഏറ്റവും അടുത്ത ആളാണ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. IBയിലെ ഈ ഉദ്യോഗസ്ഥനെ ഈ സമരത്തിന്റെ നടുവിലേക്ക്, അതായത് ഈ മാസം 17-ന് വലിയൊരു മാറ്റി പ്രതിഷ്ഠയിലൂടെ, അതായത് അന്ന് വരെ ഡൽഹി പോലീസ് കമ്മീഷണറായി കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സതീഷ് ഗോച്ചയെ മാറ്റിയിട്ട് പകരം അമിത്ഷാ തന്റെ വിശ്വസ്തനായ IB ഉദ്യോഗസ്ഥനായ അനുരാഗ് കുമാറിനെ ഡൽഹി പോലീസ് കമ്മീഷണറായി നിയമിക്കുന്നു. എന്തിന്? ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ ആരെല്ലാമാണ്,
വിദ്യാർത്ഥികളാണോ പങ്കെടുക്കുന്നത്? ഈ പറയുന്ന അഭിജിത് ദീപ് കെ അടക്കമുള്ളവർ പറയുന്നത് പോലെ ഇവർ യഥാർത്ഥ വിദ്യാർത്ഥികളാണോ? ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ പിന്നീട് ഏതെല്ലാം നിയമങ്ങൾ ചുമത്തണം, ഏതെല്ലാം തരത്തിൽ കൊടുക്കണം എന്ന് കൃത്യമായ ധാരണയുള്ളയാളാണ് അമിത്ഷായുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള അനുരാഗ് കുമാർ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടല്ലോ, സാധാരണ ഇത്തരം വേദികളിൽ ഒരിക്കലും പോലീസിന്റെ യൂണിഫോം ഇല്ലാതെ ആളുകൾ ലാത്തിയുമായി വരാറില്ല. പക്ഷേ ഈ സമരത്തിൽ പലപ്പോഴും പല റീലുകളിലും നമ്മൾ കണ്ടത് ഈ ലാത്തി പിടിച്ചുകൊണ്ട് സാധാരണ സിവിലിയൻ ഡ്രസ്സിൽ നിൽക്കുന്ന ആൾക്കാരെയാണ്, യൂണിഫോം ഇല്ലാത്ത ആൾക്കാരെയാണ്. അവർ ആരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവർ IB ഉദ്യോഗസ്ഥരാണോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. കാരണം അങ്ങനെ ഈ സേനയിലെ അംഗമല്ലാത്ത, യൂണിഫോം ഇല്ലാത്ത ആൾക്കാർ സമരരംഗത്ത് വന്നാൽ അവരെ പോലീസ് തീർച്ചയായും നേരിടും. അപ്പോൾ പോലീസുകാർ ഇവരെ നേരിടുന്നതായി നമ്മൾ കണ്ടില്ല. അപ്പോൾ പോലീസുകാർക്ക് കൃത്യമായ വിവരമുണ്ട്, ഈ വരുന്ന ആൾക്കാർ, ഈ വടി പിടിച്ചു നിൽക്കുന്ന, ലാത്തി പിടിച്ചിരിക്കുന്ന, സാധാരണ വേഷത്തിൽ നിൽക്കുന്ന, യൂണിഫോം ഇടാത്ത ആൾക്കാർ ആരാണ് എന്ന് ഡൽഹി പോലീസിന് കൃത്യമായിട്ട് അറിയാം. അത് അനുരാഗ് കുമാറിന്റെ ഉദ്യോഗസ്ഥരാണ്. അവർ വിദ്യാർത്ഥികളെ തല്ലുന്നത് നമ്മൾ കണ്ടതാണ്, വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവർ കൃത്യമായും അനുരാഗ് കുമാറിന്റെ ടീമിൽപ്പെട്ട അംഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരം. ഇനി 2 കാര്യങ്ങൾ കൂടി അനുരാഗ് കുമാർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. ഒരുപക്ഷെ ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവരുടെ ഭാവി തുലയ്ക്കുന്ന തരത്തിലുള്ള 2 കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അനുരാഗ് കുമാർ ഈ അറസ്റ്റിലായ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവരെ പരിശോധിച്ചു, അവരുടെ ഐഡന്റിറ്റി പരിശോധിച്ചു. ഡൽഹിയിലെ പല പോലീസ് സ്റ്റേഷനിലായിട്ടാണല്ലോ ഈ അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. ഹരിയാന ബോർഡറിലടക്കമുള്ള വിവിധ പോലീസ് സ്റ്റേഷനിലാണ് ഈ അറസ്റ്റിലായവരെ കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു വന്നപ്പോൾ അതിലെ 200 പേർ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളല്ല. അവർ പഞ്ചാബിൽ നിന്ന് വന്നവരാണ്, അവർ ഉത്തർപ്രദേശിൽ നിന്ന് വന്നവരാണ്, അവർ ഹരിയാനയിൽ നിന്ന് വന്നവരാണ്, അവർ ഒറീസയിൽ നിന്ന് വന്നവരാണ്, അവർ ബീഹാറിൽ നിന്ന് വന്നവരാണ്. അവിടുത്തെ തൊഴിലില്ലാത്ത യുവാക്കളാണ് ഈ പറയുന്ന 200-ലധികം വരുന്ന ആൾക്കാർ. അത് അനുരാഗ് കുമാർ കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് പാറ്റ സമരത്തിൽ പങ്കെടുത്ത ഈ അറസ്റ്റിലായിട്ടുള്ള 200 പേർ വിദ്യാർത്ഥികളല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് 2 സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആ ജന്തർ മന്ദറിൽ നടന്ന സമരത്തെ കുടുക്കിയത് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, AI സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഇക്ഷണ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി ആൾക്കാരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. അവിടെ നിൽക്കുന്ന മുഴുവൻ പേരുടെയും ദൃശ്യങ്ങളടക്കമുള്ളവ ഈ ആപ്പിലൂടെ സ്വീകരിക്കാൻ കഴിയും. മറ്റ് ഒന്നുള്ളത് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റമാണ്. FRS എന്ന് പറയുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം, അതായത് മുഖം തിരിച്ചറിയുന്ന സംവിധാനം. അത് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ FSR പ്രവർത്തിക്കുന്നത്. അത് ജന്തർ മന്ദറിലെ ഇവരുടെ സമരസ്ഥലത്തേക്ക് വരുന്ന ഓരോരുത്തരെയും അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി സമരം കഴിഞ്ഞ് ജന്തർ മന്ദറിലേക്ക് പോകുന്നവരുടെ ദൃശ്യവും ഈ FSR വഴി പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ FSR എന്ന് പറയുന്ന AI അധിഷ്ഠിത സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, ഈ വരുന്നവരുടെ മുഖം ഐഡന്റിഫൈ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. ഈ വരുന്നവരിലും പോകുന്നവരിലും ആരെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ കൃത്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഏതെങ്കിലും ഒരാൾക്കെതിരെ FIR രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഈ FSR എന്ന് പറയുന്ന AI സിസ്റ്റം വഴി ഫേസ് ഐഡന്റിഫൈ ചെയ്ത് അവർക്കെതിരെ ഏത് സ്റ്റേഷനിൽ ഏതെല്ലാം കുറ്റകൃത്യങ്ങളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി നിമിഷങ്ങൾക്കകം തന്നെ അറിയാൻ കഴിയും. അത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് അമിത്ഷായുടെ വിശ്വസ്തനായിട്ടുള്ള IB ഉദ്യോഗസ്ഥൻ, ഇപ്പോഴത്തെ ഡൽഹി പോലീസ് കമ്മീഷണർ അനുരാഗ് കുമാർ അവിടെ ഇടപെട്ടത്. സാങ്കേതികമായിട്ടുള്ള വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സമരക്കാരെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി പാറ്റകളുടെ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണല്ലോ അവരുടേത്. അവർ ഉന്നയിക്കുന്ന ആദ്യത്തെ ആവശ്യം വിദ്യാർത്ഥികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള മുഴുവൻ കേസുകളും റദ്ദാക്കുക. ഇതാണ് അവരുടെ ഇന്നത്തെ മന്ത്രിതല ചർച്ചയിൽ അവർ ഉന്നയിച്ച ആവശ്യം. ഇന്നും അവർ അതേ ആവശ്യമാണ് ഉന്നയിച്ചത്. രണ്ടാമത്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 12 മുതൽ 18 വരെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ ധനസഹായം നൽകുക. മൂന്നാമത്തെ ആവശ്യമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ഈ 3 ആവശ്യങ്ങളും
കേന്ദ്ര സർക്കാർ തത്വത്തിൽ ഏതാണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒന്നാമത്തെ ആവശ്യം എന്താണ്? വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള കേസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അവിടെ സർക്കാർ സ്വീകരിക്കുന്ന നയം എന്താണ്? 58ഓളം വരുന്ന നമ്മുടെ സൈനികർ, CRPF ഉദ്യോഗസ്ഥർ, അതേപോലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ, ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. 1. 2 എന്ന് പറയുന്നത് ഈ പറയുന്ന പാറ്റ പാർട്ടികൾ ആക്രമിച്ച് തകർത്ത വാഹനങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കൽ, നിരവധി പോലീസ് വാഹനങ്ങൾ, ഏതാണ്ട് 28ഓളം വരുന്ന പൊതുവാഹനങ്ങളാണ് ഈ പാറ്റ പാർട്ടികൾ അടിച്ചു തകർത്തത്. അപ്പോൾ ഈ നമ്മുടെ സൈനികരെ ആക്രമിച്ചവരെയും CRPFനെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും പോലീസിനെയും ആക്രമിച്ചവരെയും ഒപ്പം ഈ പൊതുമുതൽ നശിപ്പിച്ച ഈ ഡൽഹി പോലീസിന്റെ അടക്കം വാഹനങ്ങൾ തകർത്തവരെയും ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്താൻ പോകുന്നത്. എന്നാൽ ഈ പാറ്റ പാർട്ടി ആവശ്യപ്പെട്ടത് എന്താണ്? മുഴുവൻ പേരെയും ഒഴിവാക്കുക എന്നല്ലേ? എന്നാൽ മുഴുവൻ പേരെയും ഒഴിവാക്കുന്നില്ല. ഈ കുറ്റകൃത്യങ്ങളെ ഉൾപ്പെട്ടവരെ കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അനുരാഗ് കുമാർ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സ്വീകരിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പൊതുമുതൽ നശിപ്പിച്ചവരെയും സൈനികരെ ആക്രമിച്ചവരെയും ഒരു കാരണവശാലും ഒഴിവാക്കില്ല. മറിച്ച് ഈ പറയുന്ന സമാധാനപരമായി അവിടെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കും. അപ്പോൾ ചുരുക്കത്തിൽ സൈനികരെയും അതേപോലെ വാഹനങ്ങൾ തകർത്തവരെയും സൈനികരെ കല്ലെറിഞ്ഞവരെയും പോലീസിനെ കല്ലെറിഞ്ഞവരെയും ഭാവി അവതാളത്തിലേക്ക് ആക്കുന്ന വിധത്തിലുള്ള നിയമ നടപടികളാണ് ഇനി വരാൻ പോകുന്നത്. മറ്റൊന്ന്, ഇവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ അതേ നയത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ അത് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഗുരുതരമായ വകുപ്പാണ്. 12 ദിവസം മുതൽ 1 വർഷം വരെ ജാമ്യം ലഭിക്കാതെ അകത്ത് കിടക്കാവുന്ന വകുപ്പാണ്. അപ്പോൾ ഈ പോലീസുകാരെ കല്ലെറിഞ്ഞവരെയും ഈ പറയുന്ന വാഹനങ്ങൾ തകർത്തവരുടെ മേലും ഈ ദേശീയ സുരക്ഷാ നിയമം ചുമത്താം. അനുരാഗ് കുമാർ അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത് എന്ന് സൂചനകൾ പുറത്തു വരുന്നു. രണ്ടാമതായി കേന്ദ്രം പറഞ്ഞ ഒരു കാര്യം, ഈ സമരത്തിൽ പങ്കെടുത്തവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുമെന്നാണ്. അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത നേരത്തെ പറഞ്ഞ ഈ അക്രമാസക്തമായിട്ടുള്ള ആ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന പേരിൽ അവിടെ കടന്നുകൂടിയിട്ടുള്ളവരുടെ പാസ്പോർട്ട് കണ്ടെത്തും. അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ പറയുന്ന അഭിജിത്ത് ദീപ്കയുടെ അടക്കം പാസ്പോർട്ട് കണ്ടെത്തും. കാരണം ഈ സമരത്തിന് ധാർമ്മികമായ ഉത്തരവാദി അദ്ദേഹമാണല്ലോ ഈ ഒരു സമരം സംഘടിപ്പിച്ചതും അതിന് നേതൃത്വം നൽകിയതും. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് അഭിജിത്ത് ദീപ്കെ വന്നത്. അഭിജിത്ത് ദീപ്കയുടെ പാസ്പോർട്ട് കണ്ടെത്തിയാൽ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ കുടുങ്ങിപ്പോകും. അങ്ങനെ വിദേശത്ത് നിന്ന് ആരെല്ലാം വന്നോ, അല്ലെങ്കിൽ വേണ്ട വിദേശത്ത് നിന്ന് വരണ്ട, ഇവിടെ ആ കല്ലെറിഞ്ഞ കൂട്ടത്തിലെ ഉള്ളവരുടെ മുഴുവൻ, നമ്മുടെ സൈനികരെ ആക്രമിച്ചവരെയും ഈ വാഹനം തകർത്തവരെയും സൈനികരെ കല്ലെറിഞ്ഞവരെയും ഉൾപ്പെടെയുള്ളവരുടെ പാസ്പോർട്ട് കണ്ടുകിട്ടും. അങ്ങനെ 2 നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും ഇവർ ഭയക്കുന്നത്. 1, ദേശീയ സുരക്ഷാ നിയമം ചുമത്തുമോ, 2, പാസ്പോർട്ട് കണ്ടുകെട്ടുമോ. ഇതാണ് ഈ പറയുന്ന അക്രമ സമരങ്ങളിൽ പങ്കെടുക്കുന്നവരെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമതായി 200ഓളം പേർ വിദ്യാർത്ഥികളല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തും. ഇനി അവരെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടാണോ വന്നത് എങ്കിൽ അവരെ കണ്ടെത്തി ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. കാരണം അനുരാഗ് കുമാർ എന്ന് പറയുന്നത് വെറും പോലീസ് ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹം ഇന്റലിജൻസ് ബ്യൂറോയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലുള്ള റിയാലിറ്റി തിരിച്ചറിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന അക്രമം അഴിച്ചുവിട്ട ആൾക്കാർക്കെതിരെ അങ്ങനെ സർക്കാർ കണ്ണടക്കില്ല. അങ്ങനെ കണ്ണടച്ചാൽ പിന്നീട് നമ്മുടെ നിയമ സംവിധാനം ഇല്ല എന്ന് തന്നെ വരും. നാളെ നമ്മൾ ഒരു പോലീസ് ജീപ്പിന് കല്ലെറിഞ്ഞാൽ കോടതി ചോദിക്കില്ലേ, അന്ന് നിങ്ങൾ ആ കല്ലെറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഡൽഹി പോലീസിന്റെ വാഹനം തകർത്തപ്പോൾ എന്തുകൊണ്ട് അവരെ വെറുതെ വിട്ടെന്ന് ചോദിക്കില്ല. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കാരണം അവരെ പിടികൂടും, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം കൊണ്ടുവരും, അവർക്കെതിരെ ചിലപ്പോൾ പാസ്പോർട്ട് കണ്ടുകെട്ടിന്ന് വരും. അപ്പോൾ ഈ പറയുന്ന 200ഓളം പേർ അവർ വിദ്യാർത്ഥികളാണെന്ന് ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനുരാഗ് കുമാർ എന്ന് പറയുന്ന അമിത്ഷായുടെ വിശ്വസ്തൻ
അങ്ങേയറ്റത്തെ പണിയാണ് ഈ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. അമിത്ഷാ ഇടപെടേണ്ട ഒരു സന്ദർഭം ഉണ്ടായില്ല. അതായത് ഇവരുടെ കലാപം രാജ്യവ്യാപകമായി വന്നില്ല, അവരവിടെ തന്നെ ഒതുങ്ങി. ഈ രാജ്യത്താകമാനം ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സമരം നടന്നപ്പോൾ അഭിജിത് ദീപ്കെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അവിടെ രാജ്യത്ത് മറ്റു നടക്കുന്ന സമരങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, മറിച്ച് ജന്തർ മന്ദറിൽ സമരത്തിൽ എന്ത് നടക്കുന്നു അതിന് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ കാര്യം ഇതാണ്. രാജ്യത്ത് എവിടെയെങ്കിലും അക്രമം നടന്നു കഴിഞ്ഞാൽ അവിടെ പിടിയിലാകുന്നത് അവർക്കുമേൽ ദേശീയ സുരക്ഷാ നിയമം അടക്കമുള്ളവ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് തീരുമാനം. ഇപ്പോഴും ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ മാറിയിട്ടില്ല എന്നുള്ളതാണ് പാറ്റകളെ പേടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.